കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപ്പറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി 5 ലക്ഷം സർക്കാരിലേക്ക് പിഴ ഈടാക്കി. കള്ളനോട്ടുമായി എറണാകുളം സ്വദേശി കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിൽ. തുരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ ആൽഫ്രഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപ്പറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BJP പ്രവർത്തകനായിരുന്ന തണ്ടാംകുളം പരേതനായ കരിനാട്ട് സുരേഷിന്റെ മകൻ അമലിനെയാണ് സംഘം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും ദേഹത്തും പരിക്കേറ്റ യുവാവ് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിനിരയായ അമൽ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണെന്ന പ്രചരണം ശരിയല്ലെന്നും ഇയാൾ മറ്റൊരു കുടുംബക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണെന്നും പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത് അറിയിച്ചു. കൊടകര സെന്റ് ജോസഫ് പള്ളി തിരുനാളുമായി ബന്ധപ്പെട്ടുണ്ടായ അടിപിടി കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ കൊടകര സ്വദേശികളായ കൊപ്രക്കളം മലയാടൻ പ്രണവ്, കൊപ്രക്കളം മലയാടൻ നിവേദ്, ആനത്തടം മുതുപറമ്പിൽ ജിഷ്ണു, ആനത്തടം ആച്ചാണ്ടി ജോസഫ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൗൺ അമ്പിന്റെ ആഘോഷത്തിനിടയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കൊടകര കാവുന്തറ സ്വദേശി കിരണിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. തീരക്കടലിൽ അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം പള്ളിപ്പുറം സ്വദേശികളായ ചീനിക്കപ്പറമ്പിൽ സ്റ്റെനി പിൻഹറോയുടെ സ്റ്റെനി എന്ന ബോട്ടും വൈതരപ്പടി സ്വദേശി കാവാലംകുഴി വീട്ടിൽ KG ജോസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അശ്വിൻ എന്ന ബോട്ടുമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്ത് നിന്ന് വന്ന ബോട്ടുകൾ പിടിയിലായത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980, KMF റെഗുലേഷൻ ആക്ട് 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2,50,000 രൂപ വീതം 5 ലക്ഷം രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത 2,61,500 രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. പ്രത്യേക പരിശോധനാ സംഘത്തിൽ FEO അശ്വിൻ രാജ്, FO സഹന ഡോൺ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷിനിൽ കുമാർ ER, പ്രശാന്ത് കുമാർ VN, ഷൈബു VM എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡുമാരായ വിജീഷ്, റഫീഖ്, സ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ, ലൈസൻസ് എന്നിവ ഇല്ലാത്ത ബോട്ടുകൾക്കെതിരെയും KMFR ആക്ടിന് വിരുദ്ധമായി മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്ന ബോട്ടുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതും നിയമാനുസൃതമായ പിഴ ഈടാക്കുന്നതുമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ഉത്സവ കച്ചവടക്കാരനെ കബളിപ്പിച്ച് കള്ളനോട്ട് ചിലവഴിക്കാൻ ശ്രമിക്കവേ എറണാകുളം സ്വദേശി പോലീസിന്റെ പിടിയിലായി. തുരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ 20 വയസ്സുള്ള ആൽഫ്രഡിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി വടക്കേനടയിൽ കീച്ചെയിനും മോതിരവും കച്ചവടം നടത്തുകയായിരുന്ന തേനി സ്വദേശിയായ
വിഘ്നേഷിനെ കബളിപ്പിച്ച് 500 രൂപയുടെ കള്ളനോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ആൽഫ്രഡിന്റെ ബാഗിൽ നിന്നും 9 500 രൂപയുടെ കള്ളനോട്ടുകളും ഇയാളുടെ വീട്ടിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ, പേപ്പറുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, ഗ്രേഡ് SI രാജേഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അബീഷ് അബ്രാഹാം, സജിത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഏതൊരു ആപത്ഘട്ടം വന്നാലും അതിൽ സമയമോ സന്ദർഭമോ നോക്കാതെ അവരെ സഹായിക്കുക, ദയയോടുകൂടി സ്നേഹത്തോടുകൂടി അവരെ പരിരക്ഷിക്കുക എന്ന കടമ നിർവഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. 15ഓളം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വളരെ നന്നായി പ്രവർത്തിക്കുക. കൂടാതെ ഇതിൽ നിന്നും മുന്നോട്ട് പോയതിനു ശേഷം ഈ ഒരു ആപ്തവാക്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയും പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂർ JRC കോർഡിനേറ്റർ നിമ്മി മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ JRC കോർഡിനേറ്റർ ഡിൻസി ഡൈസൺ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ KR ജൈത്രൻ, KS കൈസാബ്, ഡോക്ടർ ബ്രഹ്മപുത്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തൻകുട്ടി എന്നിവർ സംസാരിച്ചു. റിസർച്ച് പേഴ്സൺ CA അബ്ദുൽ ബഷീർ, സ്റ്റാഫ് നഴ്സ് മിൽക്ക P ജോയ്, നെജു ഇസ്മയിൽ, അനിൽ കുമാർ, സുധീർ ഗോപിനാഥ്, S നിലീന എന്നിവർ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ അടിയന്തര ഘട്ടങ്ങളിലെ പ്രാഥമിക ചികിത്സ, പൊതുജനാരോഗ്യം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. സുരക്ഷിത മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സുജയ് കൊച്ചുനാരായണൻ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്ക് ക്ലാസ് നൽകി. മാള ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് ജനുവരി 22 ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചാന്ദരൂപത ബിഷപ്പ് അഫ്രേം നരിക്കുളം കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് തിരുനാൾ പ്രസിഡന്റ് ഷാജു കുന്നത്തോളി നിർമ്മിച്ചു നൽകുന്ന ചാരിറ്റബിൾ ഹൗസിന്റെ താക്കോൽ ദാനം ബിഷപ്പ് നിർവഹിക്കും. ജനുവരി 27 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. 23-ന് വൈകിട്ട് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നടക്കും. 25-ന് അമ്പ് എഴുന്നള്ളിപ്പ്, വാദ്യമേള മത്സരങ്ങൾ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 26 ഞായറാഴ്ച തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, അമ്പെഴുന്നള്ളിപ്പ്, സമാപനം എന്നിവ നടക്കും. തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ജോർജ് M പാറേമാൻ, ഷാജു കുന്നത്തോളി, സ്റ്റാൻലി പോൾ, ബേബി ഇട്ടീര, ജോൺസൺ ചെല്ലക്കുടം, ലിൻഡിഷ് ആൻഡോ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഞങ്ങൾ വന്നത് ഈ വരുന്ന 25, 26, 27 തീയതികളിൽ മാള സെൻറ്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ വിവാഹ തിരുനാൾ, ദർശന തിരുനാളും സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ രക്തസാക്ഷിത്വ തിരുനാളും സമുചിതമായി കൊണ്ടാടുകയാണ്. എല്ലാവരെയും ഏറ്റവും കൃത്യമായി തിരുനാളാഘോഷ പരിപാടികളിലേക്ക് പ്രസിദ്ധേരിയോട് ചേർന്ന് ഇടവസമൂഹം ഒന്നായി ചേർന്ന് ഞങ്ങൾ ക്ഷണിക്കും. ഇന്ന് മുതൽ തിരുനാളിന് ഒരുക്കം ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തിരുനാളിന് ഒരുക്കമായ ഒരു ആത്മീയ ധ്യാനം നടത്തപ്പെടും. നാളെ വൈകുന്നേരം 6 മണിക്ക് ചാന്ത രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ എഫ്രൈം നരികുളം പിതാവ് തിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മാള ഇന്ദിരാഭവനിൽ നടന്ന കൺവെൻഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളുടെ കാറിൽ വരുമ്പോൾ 2 സൈഡിലും പലപ്പോഴും നിൽക്കുന്ന ലോട്ടറി വിൽക്കാൻ ഒരു വീടത്ത് നിൽക്കുന്ന അതേത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും കണ്ണു കാണാൻ പറ്റാത്തവരും കാലില്ലാത്തവരും
അസുഖബാധിതരുമായിട്ടുള്ള മറ്റൊരു തൊഴിലിനെയും പ്രത്യേകിച്ച് ആശ്രയിക്കാൻ കഴിയാത്ത നിരാലംബരായിട്ടുള്ള ആളുകളാണ് വഴിയോരങ്ങളിൽ ലോട്ടറി വിൽക്കാനായിട്ട് കണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ പച്ചയായ യഥാർത്ഥ തൊഴിലാളികളാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ഈ ലോട്ടറി മേഖലയിലുള്ള വ്യാപാരത്തിൻ്റെ ആഘാതം, തൊഴിലാളികളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെൻറ്, അതുപോലെ തന്നെ അതിനേക്കാളും വലിയ പ്രയാണം വന്ന കേന്ദ്ര ഗവൺമെൻറ് കുറെ കാലങ്ങളായി വരുത്തി വെച്ചിട്ടുള്ള തൊഴിലാളി ദ്രോഹ നടപടികളിലൂടെ നമ്മൾ വല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഒരാളുടെ മുന്നിലും മുഖത്തും ഒരു സംതൃപ്തി ഞാൻ കാണുന്നില്ല. ഒരു സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു സംതൃപ്തിയോട് കൂടിയിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്, പൂർണ്ണമായും നിരാശയോട് കൂടിയിട്ട് ഇരിക്കുന്ന മുഖമാണ്. മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PN സതീഷ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോബി മങ്കിടിയാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MO തോമസ്, സെക്രട്ടറി വിനോദ് വിധേയത്തിൽ, ജില്ലാ ഭാരവാഹികളായ ND പോൾസൻ, MR പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. MES അസ്മാബി കോളേജ് ഇംഗ്ലീഷ്, ബോട്ടണി, കൊമേഴ്സ് റിസർച്ച് വിഭാഗങ്ങളും IQACയും സംയുക്തമായി കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര സമൂഹങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ആനുവൽ റിസർച്ച് കോൺക്ലേവും ഇന്റർനാഷണൽ കോൺഫറൻസും ആരംഭിച്ചു. കോൺഫറൻസിന്റെ ഉദ്ഘാടനം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസിസ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അധ്യക്ഷയായ ചടങ്ങിൽ കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ അമിത P മണി, ഡോക്ടർ ഗിരിജ, IQAC കോർഡിനേറ്റർ ഡോക്ടർ അമിത ബച്ചൻ, ക്യാപ്റ്റൻ ബിന്ദിൽ, ഡോക്ടർ പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവേഷണത്തിന്റെ മേഖലകളിൽ തനതായ സംഭാവനകൾ നൽകിയ ഗവേഷകരായ സ്മൃതി സുദർശനൻ, ദേവിക M അനിൽകുമാർ, സെലിൻ ഡിഫ്ന, അധ്യാപകരായ ഡോക്ടർ ധന്യ PR, ഡോക്ടർ പ്രിൻസി ഫ്രാൻസിസ്, ഡോക്ടർ രഞ്ജിത്ത്, ഡോക്ടർ സനദ് സദാനന്ദൻ, ഡോക്ടർ അമിത ബച്ചൻ എന്നിവർക്ക് റിസർച്ച് എക്സലൻസ് അവാർഡുകൾ നൽകി. 2 ദിവസങ്ങളിലായി 5 ടെക്നിക്കൽ സെക്ഷനുകളും 10 പ്രബന്ധ അവതരണ സെക്ഷനുകളും നടക്കും. DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി സംഘങ്ങൾക്കെതിരെ ജനകീയ ജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ആൽബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലൻ അധ്യക്ഷനായി. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ്, EA ജയതിലകൻ, KB ഷബീർ, ആൽബിന സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻവേലിക്കര വിവേക ചന്ദ്രക സഭ ശ്രീ കുരിനിലായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പറവൂർ രാകേഷ് തന്ത്രികൾ, ക്ഷേത്രം തന്ത്രി CB എന്നിവർ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സംഗീതാർച്ചന, കൈക്കൊട്ടിക്കളി, ഇന്ന് വൈകിട്ട് പാക്കനാർ എഴുന്നള്ളിപ്പ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. 23-ന് വൈകിട്ട് അവാർഡ് ദാനം, 26-ന് മഹോത്സവം, രാവിലെ 10-ന് ആനയൂട്ട്, 27-ന് വൈകിട്ട് ആറാട്ടുബലി, ആറാട്ടുമേളം എന്നിങ്ങനെയാണ് പരിപാടികൾ. VDUPS പാലിയംതുരുത്ത് വിദ്യാലയത്തിൽ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്കുള്ള ക്യാപ്പിംഗ് സെറിമണി നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PS ബാബു അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥദായിനി സഭ പ്രസിഡന്റ് MS വിനയകുമാർ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ഷീന, ഹെൽത്ത് ഇൻസ്പെക്ടർ ബേസിൽ എന്നിവർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥദായിനി സഭ സെക്രട്ടറി IN രാധാകൃഷ്ണൻ, സ്കൂൾ മാനേജർ KD വിക്രമാദിത്യൻ എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. പൂപ്പത്തി ജംഗ്ഷനിൽ നിന്നും കാഴ്ചശീവേലി, തുടർന്ന് പഞ്ചവാദ്യം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
ചാലക്കുടി മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം 23 മുതൽ 30 വരെ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23 വൈകിട്ട് 7 ദീപാരാധനയെ തുടർന്ന് കൊടിയേറ്റ് സദ്യ, പഞ്ചാരിമേളം, 24 രാത്രി 8 നാഗരാജാവിനും നാഗയക്ഷിക്കും കളമെഴുത്തും പാട്ടും, 25 വൈകിട്ട് 7 കീഴ്ക്കാവലിൽ താലപ്പൊലി, 26 വൈകിട്ട് 6:30 വലിയ നിറമാല വിളക്ക്, 7 മഹാഭഗവതി സേവ, മഹോത്സവ ദിനമായ 29 ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ, വൈകിട്ട് 3 പകൽപൂരം, 7:30 ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവേട്ട, പള്ളിനിദ്ര, 30 രാവിലെ 5 ആറാട്ട് പുറപ്പാട് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടരുമടത്തിൽ, ട്രഷറർ സെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ EK പരമേശ്വരൻ, PK സുബ്രഹ്മണ്യൻ, അരവിന്ദാക്ഷൻ കണ്ണായി, സിന്ധു സംഗീത്, ബിന്ദു ജിതേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപ്പറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി 5 ലക്ഷം സർക്കാരിലേക്ക് പിഴ ഈടാക്കി. കള്ളനോട്ടുമായി എറണാകുളം സ്വദേശി കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിൽ. തുരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ ആൽഫ്രഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.